എന്നാലും സ്മൃതി പരുത്തിക്കാടിനോട് ഇങ്ങനെയൊക്കെ പറയാമോ? ഒരു പരസ്യമുണ്ടാക്കിയ ഫയർ നോക്കണേ. നേരെ ചാനൽ ചർച്ചാ മുറികളെ വരെ തീ പിടിപ്പിക്കുകയാണ്. പരസ്യം കണ്ട് വിറളി പിടിച്ച കോൺഗ്രസ് നേതാക്കന്മാരെ പോലെ തന്നെ അവർക്ക് വേണ്ടി കഴിഞ്ഞ കുറെ കാലമായി PR പണി നടത്തിക്കൊണ്ടിരിക്കുന്ന ചാനൽ അവതാരങ്ങൾക്ക് കൂടി അതിൻ്റെ ഇഫക്റ്റ് ഉണ്ടായി. അങ്ങനെയാണ് ഇന്നിപ്പോ പരുത്തിക്കാട് ഈ വിഷയവുമായിട്ട് നേരെ ഈ വിഷയം അഡ്വക്കേറ്റ് KS അരുൺകുമാറിനെ വിളിച്ചിട്ട് അവരുടെ വേവലാതി പങ്കുവച്ചത്, ഒപ്പം തന്നെ ഞങ്ങൾ കോടതിയിൽ നേരിടുമെന്നുള്ള വലിയ ഭീഷണി മുഴക്കിയപ്പോൾ എന്നാ പോയി കേസ് കൊടു എന്നൊക്കെ തിരിച്ച് മുഖത്തടിച്ച കണക്കൊക്കെ പറയാമോ അരുൺകുമാറെ? കണ്ടേ സ്മൃതി പരുത്തിക്കാടിനെ തകർത്ത് കളഞ്ഞ ആ മറുപടി. മുൻ സർക്കാർ മോശം എന്നൊരു വാക്ക് ആ പരസ്യത്തിലുണ്ടോ? മുൻ UDF സർക്കാർ എന്നൊരു വാക്ക് ആ പരസ്യത്തിലുണ്ടോ? മുൻ കോൺഗ്രസ് സർക്കാർ എന്നൊരു വാക്ക് ആ പരസ്യത്തിലുണ്ടോ? ഉമ്മൻചാണ്ടിയുടെ ഭരണകാലം എന്ന് ആ പരസ്യത്തിലുണ്ടോ? അബ്ദുൾ റബ്ബിന്റെ ഭരണകാലം എന്ന് ആ പരസ്യത്തിലുണ്ടോ? ഒന്നുമില്ല. ആ പരസ്യത്തിൽ ആകെയുള്ളത് 10 വർഷങ്ങൾക്ക് മുമ്പ് മലയാള പത്രങ്ങളിൽ നിറഞ്ഞു നിന്ന വാർത്തകൾ കൊണ്ട് രൂപപ്പെടുത്തിയ 1-ാം പേജാണിത്. മലയാള പത്രങ്ങളിൽ നിറഞ്ഞു നിന്ന വാർത്തകൾ കൊണ്ട് രൂപപ്പെടുത്തിയ പേജാണ്. അന്ന് വന്ന മുഴുവൻ വാർത്തയും എടുത്തു കാണിക്കാം, ആർക്ക് സംശയമുണ്ടെങ്കിലും. ഏത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി നിങ്ങൾ പരാതി കൊടുത്താലും, ഏത് കോടതിയിൽ ഇത് നിങ്ങൾ ചലഞ്ച് ചെയ്താലും, കോൺഗ്രസിനെ വെല്ലുവിളിക്കുന്നു, BJP യെ വെല്ലുവിളിക്കുന്നു, ഈ നാട്ടിലെ ആരെയും വെല്ലുവിളിക്കുന്നു. നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടു, നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടു. ആ കേസ് കൊടുത്താൽ 10 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിന്റെ വിവിധ പത്രങ്ങളിൽ വന്ന വാർത്തയാണ് ഇത് എന്ന് അന്നത്തെ പത്രം കാണിച്ച് തെളിയിക്കാൻ ഞങ്ങൾക്ക് കഴിയും. പിന്നെ അല്ല, സർക്കാർ ആദ്യമായിട്ടാണ് കേസ് കാണുന്നത്. കുറെ നമ്മുടെ ഉസ്മാൻജിയും നുണേശനും കൂടി കൊടുത്ത കേസ് എത്ര കോടതി വരാന്തകൾ കയറിയതാണ്. ഇന്നിപ്പോ ആ കേസുകളുടെയൊക്കെ അവസ്ഥ എന്താണ്? നേരെ ചവറ്റുകുട്ടയിലോ അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ പുറകിലെ തോട്ടിൽ കിടപ്പുണ്ട്. അങ്ങനെയുള്ള ഒരു കേസ് കൂടി പോയെന്ന് കരുതിക്കൊണ്ട് ഒരു ചുക്ക് സംഭവിക്കാനില്ല. ഈ അടുത്ത ദിവസം 2 കേസുകൾ വന്നിരുന്നു, ഓർമ്മയില്ലേ? ഒന്ന് സർവേ കേസും മറ്റൊന്ന് സർക്കാർ ജീവനക്കാർക്ക് DA അയച്ച മെസ്സേജുമായി ബന്ധപ്പെട്ട്. രണ്ടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അത് മാത്രം ആലോചിച്ചാൽ മതി. നമ്മുടെ നാട്ടിലെ സലിംകുമാറിൻ്റെ ഡയലോഗ് പറയും പോലെ, എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ കോൺഗ്രസിന് വേണ്ടി എന്തിനോ വേണ്ടി തിളച്ചു മറിയുന്ന പരുത്തിക്കാടൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരൊന്നും ചിന്തിക്കുന്നതിനപ്പുറത്ത് നിന്ന് പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊക്കെ സംഭവിക്കും. അപ്പോൾ ചെന്നിരുന്ന് അവരുടെ നെഞ്ചത്ത് അടുത്തൊരു ആണി കൂടി അടിക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ ചർച്ചയ്ക്ക് പോകുന്നവരുടെ ഉത്തരവാദിത്തം. നല്ല അന്തസ്സായിട്ട് അരുൺകുമാർ അത് ചെയ്തു എന്നുള്ളതാണ് ആ ചർച്ചയുടെ ഹൈലൈറ്റ്. എന്തായാലും മറുപടി കേട്ടിട്ട് ഒറ്റ എണ്ണത്തിന് വാ തുറക്കാൻ പറ്റാത്തൊരവസ്ഥ. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഈ പരസ്യവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും കോൺഗ്രസ് എന്നോ അല്ലെങ്കിൽ UDF എന്നോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും നേതാക്കന്മാരുടെയോ അന്നത്തെ മന്ത്രിമാരുടെയോ പേര് പോലും പറയാതെ 10 വർഷം മുന്നേ കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തകൾ, അതിന് ഇന്ന് വന്ന മാറ്റങ്ങൾ, എന്താണ് ഇത്ര വിറളി പിടിക്കാനുള്ളത്? ഈ നാട്ടിൽ സംഭവിച്ചതിനെ കുറിച്ച് പറയാൻ പാടില്ലേ, മിണ്ടാൻ പാടില്ല എന്നുള്ള ആ തിട്ടൂരത്തിലുള്ള മറുപടി. എന്നാ പോയി കേസ് കൊടു എന്ന അരുൺകുമാറിന്റെ മറുപടി അഭിനന്ദനം അർഹിക്കുന്നു. മുൻ സർക്കാർ മോശം എന്നൊരു വാക്ക് ആ പരസ്യത്തിലുണ്ടോ? മുൻ UDF സർക്കാർ എന്നൊരു വാക്ക് ആ പരസ്യത്തിലുണ്ടോ? മുൻ കോൺഗ്രസ് സർക്കാർ എന്നൊരു വാക്ക് ആ പരസ്യത്തിലുണ്ടോ? ഉമ്മൻചാണ്ടിയുടെ ഭരണകാലം എന്ന് ആ പരസ്യത്തിലുണ്ടോ? അബ്ദുൾ റബ്ബിന്റെ ഭരണകാലം എന്ന് ആ പരസ്യത്തിലുണ്ടോ? ഒന്നുമില്ല. ആ പരസ്യത്തിൽ ആകെയുള്ളത് 10 വർഷങ്ങൾക്ക് മുമ്പ് മലയാള പത്രങ്ങളിൽ നിറഞ്ഞു നിന്ന വാർത്തകൾ കൊണ്ട് രൂപപ്പെടുത്തിയ 1-ാം പേജാണിത്. മലയാള പത്രങ്ങളിൽ നിറഞ്ഞു നിന്ന വാർത്തകൾ കൊണ്ട് രൂപപ്പെടുത്തിയ പേജാണ്. അന്ന് വന്ന മുഴുവൻ വാർത്തയും എടുത്തു കാണിക്കാം, ആർക്ക് സംശയമുണ്ടെങ്കിലും. ഏത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി നിങ്ങൾ പരാതി കൊടുത്താലും, ഏത് കോടതിയിൽ ഇത് നിങ്ങൾ ചലഞ്ച് ചെയ്താലും, കോൺഗ്രസിനെ വെല്ലുവിളിക്കുന്നു, BJP യെ വെല്ലുവിളിക്കുന്നു, ഈ നാട്ടിലെ ആരെയും വെല്ലുവിളിക്കുന്നു. നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടു, നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടു. ആ കേസ് കൊടുത്താൽ 10 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിന്റെ വിവിധ പത്രങ്ങളിൽ വന്ന വാർത്തയാണ് ഇത് എന്ന് അന്നത്തെ പത്രം കാണിച്ച് തെളിയിക്കാൻ ഞങ്ങൾക്ക് കഴിയും.